ഹലോ, ഹായ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഷോർട്സ് അല്ലാതെ ഞാൻ ഇത്രയും എൻ്റെ ഓൺ വോയിസിൽ വന്നിട്ട് ഞാൻ വീഡിയോ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഈ രാത്രി പുറത്തിങ്ങനെ ഇരുന്നപ്പോൾ തോന്നിയതാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ഇടാം, തുടക്കമാവാന്ന്. അപ്പോൾ ഇതെങ്ങനെ പോകുന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് വീഡിയോ എടുത്തിട്ട് പരിചയമില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ റീൽസ് ഷൂട്ട് ചെയ്യുന്നല്ലാതെ എനിക്ക് ഇങ്ങനെ ഓൺ വോയിസിൽ വന്നിട്ട് വീഡിയോ എടുക്കാൻ എനിക്കറിയത്തില്ല. ഇതിലെന്തെങ്കിലും തെറ്റുകളുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ല. ഇഷ്ടമായ കൂടെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ രാത്രിത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ തോന്നിയൊരു ചിന്ത എടുത്താലോ ഒന്ന്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ഒറ്റ മൈൻഡിലാണ്ട് എടുത്തു. അപ്പോൾ എൻ്റെ വീടാണ്. എൻ്റെ അമ്മ അവിടെ നല്ല കാണും. എൻ്റെ മോളെ കാണിച്ചത്. എൻ്റെ മോള് ഹായ് പറഞ്ഞു. ഹായ്. കഴിഞ്ഞ ബുക്കിൽ കളർ കൊടുക്കുക, എഴുതുക, ഇതാണ് പരിപാടി. എന്താ പറയാനുള്ളത്? പിന്നെ അതാണ് മെയിൻ. കളർ എടുക്കുക, ചുമരുമൽ എഴുതുക, അതാണ് മെയിൻ പരിപാടി അല്ലേ? ബൈ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. ഇഷ്ടമായാൽ കൂടണേ പറയും. അപ്പൊ എന്തായാലും പരിപാടി നടക്കട്ടെ. ഞാനിതാ അടുക്കളയിൽ പോവാൻ. അമ്മ ഉറങ്ങുകയാണ്. ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ. അപ്പോൾ അത് വിസിൽ കളയാനൊക്കെ ഉണ്ട്. കറി ഉണ്ടാക്കാനുണ്ട്. പനീർ രാത്രി ഇന്ന് ഞാനും മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉച്ചയ്ക്ക്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ബിരിയാണി വാങ്ങി കഴിച്ചു. അമ്മ പിന്നെ വർക്കിന് പോയതായിരുന്നു. അമ്മ വന്ന് അപ്പോൾ ഇതാ മീൻ കിട്ടിയിട്ടുണ്ട്. മാന്തളാണ്. ഞങ്ങളുടെ നാട്ടിൽ നങ്ക് മാന്തൾ എന്നൊക്കെ പറയില്ലേ, മാന്തളാണ്. വലിയ മാന്തളാണ്. അപ്പോൾ കറി വെക്കാനുണ്ട്, മടക്കി വെക്കാനുണ്ട്. കുറച്ച് ഡ്രസ്സൊക്കെ ആറിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അലക്കി വെച്ചത്. അത് വൃത്തിയാക്കാനുണ്ട്. പിന്നെ ബിഗ് ബോസ് കാണാനുണ്ട് 9 മണിക്ക്. നിങ്ങൾക്ക് ആരെ ഇഷ്ടം? എനിക്ക് അനീഷിനെയാണ് ഏറ്റവും ഇഷ്ടം. അനീഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അനീഷ് ഷാനവാസ് കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, ആദ്യമായിട്ടാണ്. പക്ഷെ ഇതിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ്.